വ്യാഴാഴ്ച വൈകിട്ട് ചാറ്റൽ മഴയ്ക്കൊപ്പം കല്ലടിക്കോട് പനയമ്പാടത്ത് പെയ്തിറങ്ങിയത് കണ്ണീരും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾക്കാണ് ജീവൻ പൊലിഞ്ഞത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം. സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു വാഹനത്തിലിടിച്ച ശേഷമാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതെന്നാണ് സമീപവാസികൾ പറയുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങാനായി ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്കാണ് കൂറ്റൻ ചരക്ക് ലോറി മറിഞ്ഞത്. വിദ്യാർത്ഥിനികളിൽ 3 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത്. ചുറ്റും പൊടിപടലം. ആദ്യം ഒന്നും കാണാൻ പറ്റിയില്ല. വലിയ ശബ്ദം കേട്ടാണ് അപകടവിവരം അറിഞ്ഞതെന്ന് സമീപവാസിയായ സ്ത്രീ പറഞ്ഞു. ശബ്ദം കേട്ടെത്തിയപ്പോൾ റോഡിൽ മുഴുവൻ പൊടിപടലമായിരുന്നു. ആദ്യം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെയാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് ഇങ്ങനെയൊരു അപകടം. റോഡിലൂടെ പോകുന്ന വണ്ടിക്കാരെല്ലാം നിയന്ത്രണം വിട്ട പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. അതിനാൽ ഇപ്പോൾ വീട്ടിലിരിക്കാൻ തന്നെ പേടിയാണെന്നും സമീപവാസിയായ സ്ത്രീ പറഞ്ഞു. സ്കൂൾ വിട്ടുവരുന്ന മകളെ വിളിക്കാനായി റോഡിലേക്ക് പോയപ്പോഴാണ് അപകടം കണ്ടതെന്ന് സമീപവാസിയായ മറ്റൊരു യുവതിയും പ്രതികരിച്ചു. ആ കുട്ടികൾ ലോറിക്കടിയിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വണ്ടി ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. ഡ്രൈവർ ചാടിയിറങ്ങി അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, യുവതി പറഞ്ഞു. അതിനിടെ അപകടത്തിന് ശേഷം ലോറിയിലെ ഡ്രൈവറും ക്ലീനറുമെന്ന് കരുതുന്ന 2 പേർ സമീപത്തെ വീട്ടിലെത്തി ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം കുടിച്ച് പോയെന്നും സമീപവാസികളായ സ്ത്രീകൾ പറഞ്ഞു. ലോറിക്കടിയിൽ ആരെല്ലാം? ആശങ്കയുടെ നിമിഷങ്ങൾ. വ്യാഴാഴ്ച വൈകിട്ട് പനയമ്പാടത്തെ അപകടവിവരം പുറത്തറിഞ്ഞതു മുതൽ ഒരു നാട് മുഴുവൻ ആശങ്കയിലായിരുന്നു. അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന വിവരം മാത്രമാണ് ആദ്യം പുറത്തു വന്നത്. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ മിക്ക വീട്ടുകാരും സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. അപകടത്തിൽപ്പെട്ടത് തങ്ങളുടെ കുട്ടികളാണോ എന്ന ആശങ്കയിലാണ് പലരും ഓടിയെത്തിയത്. അപകടത്തിൽപ്പെട്ട കുട്ടികളെ ലോറിക്കടിയിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും 3 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. അതിനിടെ ലോറിക്കടിയിൽ കൂടുതൽ കുട്ടികളുണ്ടോ എന്ന് സംശയമായി. പിന്നീട് ലോറി ഉയർത്തിയ ശേഷമാണ് കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പാടം ഉൾപ്പെടെയുള്ള മേഖലകൾ സ്ഥിരം അപകട മേഖലയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ അപകടം പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച അപകടമുണ്ടായ പനയമ്പാടത്തു നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെയാണ് 1.5 മാസം മുൻപുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ജീവൻ നഷ്ടമായത്. അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഒക്ടോബർ 22-ന് രാത്രി അപകടമുണ്ടായത്. കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപമായിരുന്നു അന്ന് അപകടം സംഭവിച്ചത്.